നാട്ടിലുള്ളവർക്കെല്ലാം വളരെ സുപരിചിതയായ അല്ലേ ഒരു വ്യക്തിത്വം കൂടിയായിരുന്നു അല്ലേ? എല്ലാവരുമായിട്ടും നല്ല സ്നേഹബന്ധത്തിൽ പോയിരുന്നൊരു കുട്ടിയാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു മരണം ഉണ്ടായിരുന്നു, അതിനും അവിടെ വെച്ച് അത് എത്തിയിരുന്നു. അതിനുശേഷം ഇന്നലെയാണ് പോയത്. ഇന്നലെ ഇവിടെ നിന്ന് തിരുവല്ലയ്ക്ക് സ്കൂട്ടറിനാണ് പോയത്. അത് കഴിഞ്ഞ് ട്രെയിനിന് നെടുമ്പാശ്ശേരിക്ക് പോയി. അങ്ങനെയാണിത് പോകുന്നത്. അത്രയ്ക്ക് മിടുക്കി കുട്ടിയുമായിരുന്നു. ഇവിടെ ജനറൽ ആശുപത്രി സർക്കാർ ജോലി ഉണ്ടായിരുന്നു. 5 വർഷത്തെ അവധിയെടുത്താണ് ആദ്യം പോകുന്നത്. പിന്നാണ് വന്നത്. വീടിൻ്റെ കയറിത്താമസവും കാര്യങ്ങളും മനോജിനെയായിരുന്നു എല്ലാം ഏൽപ്പിച്ചിരുന്നത്. ഇങ്ങനെ പോയെന്നറിഞ്ഞപ്പോൾ ഞങ്ങൾക്കും വളരെ സങ്കടം. നാട്ടുകാർക്കെല്ലാം പ്രിയപ്പെട്ട ഒരു കുട്ടിയായിരുന്നു. ഈ കുടുംബവും നാട്ടിലെ എല്ലാവരുമായിട്ടും നല്ല സ്നേഹബന്ധത്തോടെ കഴിയുന്നൊരു കുടുംബമാണ്. 2 കൊച്ചു കുട്ടികളല്ലേ? അത് അമ്മയുടെ കൂടാണ്, അതിൻ്റെ അമ്മയുടെ കൂടാണ്, രജിതയുടെ അമ്മയുടെ കൂടാണ് ആ കുട്ടികൾ പഠിക്കുന്നതെല്ലാം. തീർച്ചയായിട്ടും ആളുകൾ എല്ലാം സൂചിപ്പിക്കുന്ന അത്തരം കാര്യം തന്നെയാണ്. നമ്മുടെ അയൽവാസിയാണല്ലേ? അതെ, ഒരു വലിയ ദുഃഖത്തിൽ തന്നെയാണ് നാടാകെ. വലിയ ഒരു അപ്രതീക്ഷിതമായിട്ടൊരു സംഭവമായി പോയില്ലേ. എല്ലാവർക്കും ദുഃഖമുണ്ട്. ആളുകൾ എല്ലാം തന്നെ അത്തരത്തിലാണ് രക്ഷിതയുടെ അയൽവാസിയെന്ന് മനസ്സിലാക്കുന്നത്. അല്ല, ഞാൻ 5-ാം വാർഡിൽ താമസിക്കുന്ന ആളാണ്. പക്ഷേ ഇത് കണ്ടിട്ട് നമുക്ക് അവിടെ ഇരിക്കാൻ തോന്നുന്നില്ല, വീട്ടിലിരിക്കാൻ തോന്നുന്നില്ല. അവരെ ഒന്ന് കാണാന്നുള്ള നമ്മുടെ ഒരാവശ്യമല്ലേ അത്. ഞാൻ ഭയങ്കരമായ ദുഃഖത്തിലല്ലേ, നമുക്ക് കാണാൻ പറ്റത്തില്ല. നമ്മളും ഒരമ്മയല്ലേ, നമുക്ക് മക്കളുണ്ട്, നമുക്ക് പറ്റത്തില്ല. അത് നമുക്ക് എത്ര നേരം ഒന്ന് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നത്. നമ്മളാലാ ഇവിടെ വന്നൊന്ന് ചെയ്യുക എന്നുള്ളത്.